നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പീഡന പരാതികളിൽ സർക്കാർ നടപടി കൊടിയുടെ നിറം നോക്കിയെന്ന് കെ സുധാകരൻ. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും സുധാകരൻ. പ്രസ്താവന കണ്ണൂർ കളക്ടറേറ്റിന് മുൻപിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനകീയ പ്രതിഷേധ കൂട്ടായ്മയിൽ. സർക്കാർ ആശുപത്രികളിൽ രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെ തസ്തിക സൃഷ്ടിക്കണം. ധർണയുമായി KGNA. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കണമെന്നും കളക്ടറേറ്റിന് മുന്നിലെ ധർണയിൽ ആവശ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നയം വ്യക്തമാക്കണമെന്ന് MV ജയരാജൻ. മുകേഷ് MLA തുടരണമോ എന്നത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യം. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ച ഏക സംസ്ഥാനം കേരളമാണെന്നും MV ജയരാജൻ. വാർത്തകൾ വിശദമായി. രാഷ്ട്രീയ കൊടിയുടെ നിറം നോക്കിയാണ് സർക്കാർ സ്ത്രീപീഡന പരാതിയുള്ളവർക്കെതിരെ നടപടി എടുക്കാതിരിക്കുന്നതെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ MP. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി സ്വീകരിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടും കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെട്ടവരുടെ പേര് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് ശക്തമായ സമരം കോൺഗ്രസ് ഇനി നടത്തും. മുഖം നോക്കിയാണ് കേസെടുക്കുന്നതെന്നാൽ മുഖം നോക്കി നടപടി വന്നാൽ ശക്തമായ സമരം കോൺഗ്രസ് നടത്തുമെന്നും സുധാകരൻ പറഞ്ഞു. ഇടതുപക്ഷവുമായി ബന്ധമുള്ള ഒരുപാട് പേരുകൾ റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ടാണ് നടപടിയെടുക്കാത്തതെന്നും സുധാകരൻ ആരോപിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് CPM-നെ ബാധിക്കുന്നുവെന്ന് മുൻകൂർ പരിശോധന നടത്തിയിട്ടുണ്ട്. കുറ്റവാളികളിൽ ഏറെയും CPM ബന്ധമുള്ളവരുമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കണ്ണൂരുകാരനായ പ്രമുഖനും സമാന ആരോപണം നേരിട്ടയാളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ മറച്ചുവെച്ചിരിക്കുന്ന പേജുകളിൽ ഒരുപാട് വിവരങ്ങളുണ്ട്. യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തിയില്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുമെന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ശക്തമായ സമരം നടത്തുമെന്നും സുധാകരൻ പറഞ്ഞു. പക്ഷേ ആ ചോദ്യങ്ങളെ ഒന്നും തൊട്ടു നോക്കാൻ ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ട, ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട ഈ രാജ്യത്തെ സംസ്ഥാന സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിലാണ് നമ്മുടെ നാട് പകച്ചു നിൽക്കുന്നത്. ഇതിനു മുമ്പും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും മുഖം നോക്കി മാത്രം കേസെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവണത ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ 4 വർഷക്കാലമായി നമ്മുടെ നാട്ടിൽ നിലനിന്നു പോവുകയാണ്. പിഞ്ചുമക്കളെ ബലാത്സംഗം ചെയ്ത് ഞെക്കിക്കൊന്ന് കെട്ടിത്തൂക്കിയ കഥകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. എടുത്തില്ല കേസ്, അറസ്റ്റ് ചെയ്തില്ല ഒരാളെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി സംസ്ഥാന സർക്കാരിന്റെ മുൻപിൽ ഇന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ സർക്കാരിൽ നിന്ന് ഇതിനപ്പുറത്തൊന്നും ഞാനും നിങ്ങളും പ്രതീക്ഷിക്കണ്ട. നമ്മുടെ മനസ്സിനെ നോവിക്കുന്ന കുഞ്ഞുമക്കൾ, കൊച്ചുമക്കൾ, 3 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സുള്ള കുഞ്ഞുമക്കൾ, അവരെ കള്ളുകുടിച്ചു വന്ന് ഞെക്കിക്കൊന്ന് കെട്ടിത്തൂക്കിയ കഥകൾ ഞാനും നിങ്ങളും പത്രമാധ്യമങ്ങളിൽ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഏതിനാ നടപടി ഉണ്ടായത്? നടപടി ഉണ്ടായില്ല. ഈ റിപ്പോർട്ട് 2019 സമർപ്പിച്ച റിപ്പോർട്ടാ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. 4.5 വർഷം കഴിഞ്ഞ അത് തുറന്നു നോക്കിയത് 4.5 വർഷം കഴിഞ്ഞ. അതിനിടക്ക് ആ പറയുന്ന റിപ്പോർട്ട് മൊത്തം CPM-ന്റെ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിന് എൻക്വയറി നടത്തി അന്വേഷിച്ച് CPM-നെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പരിശോധിച്ചു. അവസാനം നിർബന്ധം സഹിക്കവയ്യാതായപ്പോഴാണ് ഇപ്പോൾ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ ഈ ഗവൺമെന്റ് മുൻകൈയെടുത്തത്. സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപ വായ്പാ പിരിവുകാർക്ക് അനുകൂലമായി സർക്കാർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾക്ക് വ്യക്തതക്കുറവുണ്ടെന്ന് പറഞ്ഞ് പല സഹകരണ സംഘങ്ങളും ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയാണെന്നും ഇതിനെതിരെ നിയമപോരാട്ടം തുടരുമെന്നും കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷൻ CBDCA ഭാരവാഹികൾ അറിയിച്ചു. വിരമിച്ചവർക്ക് ഗ്രാറ്റുവിറ്റി അടക്കം കോടതിയിൽ പോവാതെ തന്നെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് സർക്കാർ നിയമമുണ്ടാക്കണമെന്നും പെൻഷന് അർഹമായവർക്ക് അത് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 60 വയസ്സിനു ശേഷം വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കാരണം തുടർന്ന് ജോലിക്ക് പോകാൻ പറ്റാത്തവർക്ക് പെൻഷൻ ഉൾപ്പെടെ ലഭ്യമാക്കണമെന്നും ഇതിൽ സർക്കാർ ഇടപെടണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപ പിരിവുകാർ തൊഴിൽ തർക്ക നിയമത്തിന് കീഴിൽ വരുന്ന ജീവനക്കാരാണെന്നും 1972 ആക്ട് പ്രകാരം ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടെന്നും കോടതി ഉത്തരവിലുണ്ട്. എന്നിട്ടും കോടതിയിൽ പോകാത്തവർക്ക് ആനുകൂല്യം ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. ഇതിനായി സർക്കാർ പ്രത്യേക ഉത്തരവ് ഇറക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കമ്മീഷൻ ആക്ട് 5000 രൂപ ശമ്പളം കണക്കാക്കി
അതിന്റെ 10% നമ്മളിൽ നിന്നും 12% സംഘവുമാണ് അടക്കുന്നത്. അപ്പോൾ ഈ പൈസ ഒരു 30-40 കൊല്ലം അടച്ചാൽ പോലും പെൻഷൻ ബോർഡ് പറയുമ്പോൾ 4 ലക്ഷം രൂപ തികയില്ല. 4 ലക്ഷം രൂപ തികഞ്ഞാൽ മാത്രമേ നമുക്ക് പെൻഷൻ തരൂ എന്നുള്ളതാണ് പെൻഷൻ ബോർഡിന്റെ തീരുമാനം. അതുകൊണ്ടാണ് പെൻഷൻ ലഭിക്കാത്തത്. പിന്നെ അത് ഗ്രാറ്റുവിറ്റിയാണ്. ഗ്രാറ്റുവിറ്റി നമ്മളിപ്പോൾ നമ്മുടെ സംഘടനാ മുഖാന്തരം ഒരു 4 ആൾക്ക് വിധിയായിട്ടുണ്ട്. അതിലൊന്ന് തിലകാണ്ടാണ്, മറ്റൊന്ന് കുട്ടികൃഷ്ണനാണ്, പിന്നെ പയ്യന്നൂരിലെ മോഹൻ കാമത്ത് മറ്റൊരാൾ. അങ്ങനെ 4 ആൾക്കാണ് വിധിയായത്. അപ്പോൾ ഈ വിധി കോടതി ഓരോ വ്യക്തികളും കേസ് കൊടുത്താൽ മാത്രമേ ഈ ഗ്രാറ്റുവിറ്റി ലഭിക്കുകയുള്ളൂ. അല്ലാതെ സംഘത്തിൽ മുഴുവനായി കൊടുക്കാനുള്ള ഓർഡർ സർക്കാരിന്റെ ഭാഗത്തു നിന്നില്ല. അപ്പൊ നമ്മൾ ആവശ്യപ്പെടുന്നത് സർക്കാർ ഒരു പ്രത്യേക ഓർഡർ നിയമനിർമ്മാണം നടത്തണം. ഗ്രാറ്റുവിറ്റി മുഴുവൻ ആൾക്കും ലഭിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം സർക്കാർ കൊണ്ടുവരണം. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് തിലകൻ OP, വൈസ് പ്രസിഡന്റ് രാമകൃഷ്ണൻ, സുരേഷ് ബാബു മണ്ണയാട്, ശിവശങ്കരൻ, സാവിത്രി PP, ഷർമിള A, പ്രേമൻ PV, അഷ്റഫ് KK തുടങ്ങിയവർ പങ്കെടുത്തു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ സിറ്റി റേഞ്ച് SKJM, SKMMA എന്നിവ സംയുക്തമായി വിളംബര റാലി നടത്തി. മൈതാനപ്പള്ളി പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി സ്വാഗത സംഘം ചെയർമാൻ അബ്ദുറഹ്മാൻ അസ്അദിക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് പരിധിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ദഫ്, സ്കൌട്ട് ടീമുകൾ, 400-ലധികം വരുന്ന മദ്രസ വിദ്യാർത്ഥികൾ, 100ഓളം അധ്യാപകർ, മാനേജ്മെന്റ് പ്രതിനിധികൾ, SKSSF, SKSBV പ്രതിനിധികൾ എന്നിവർ റാലിയിൽ അണിചേർന്നു. വർഷങ്ങളായി നടന്നുവരുന്ന റാലി വളരെ അച്ചടക്കത്തോടെയും സംഘടനാ മികവ് കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഈ വർഷത്തെ ആദ്യ നബിദിന വിളംബര റാലി കൂടിയാണ് കണ്ണൂർ സിറ്റിയിൽ നടന്നത്. കാലാവസ്ഥ പ്രതികൂലമാകുമെന്ന് ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും മഴ മാറി നിന്നത് റാലിക്ക് ആശ്വാസമായി. വഴിയോരങ്ങളിൽ നിരവധി പേരാണ് റാലിയെ വരവേറ്റത്. റാലി കണ്ണൂർ സിറ്റിയിലാണ് സമാപിച്ചത്. ജില്ലാ SKMMA ട്രഷറർ അഷ്റഫ് ബംഗാളി മുഹല്ല, സ്വാഗത സംഘം ചെയർമാൻ അബ്ദുറഹ്മാൻ അസ്അദി എരുവാട്ടി, കൺവീനർ അൻസീർ മൗലവി, ഡയറക്ടർ ജുനൈദ് ചാലാട്, കോർഡിനേറ്റർമാരായ റിയാസ് ചാതുലിപ്പള്ളി, MP മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സേവനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സാന്ത്വന സ്പർശം നൽകാൻ പാട്ടുവണ്ടി പര്യടനം നടത്തുമെന്ന് ഭാരവാഹികൾ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി സെപ്റ്റംബർ 1 മുതൽ 16 വരെ സഞ്ചരിച്ച് കലാപരിപാടികൾ അവതരിപ്പിക്കും. അതുവഴി ലഭിക്കുന്ന സംഭാവനകൾ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകും. KV സുമേഷ് MLA പാട്ടുവണ്ടി ഉദ്ഘാടനം ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ നടന്നിട്ട് ഒരു മാസം ദിവസത്തോടുകൂടി പൂർത്തീകരിക്കും. പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ വാർത്താ സമ്മേളനം വിളിക്കാനുള്ള കാരണം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് സാന്ത്വന സ്പർശം നൽകാൻ കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സേവനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു പാട്ടുവണ്ടി കണ്ണൂർ ജില്ലയിൽ അടുത്ത മാസം 1-ാം തീയതി മുതൽ 16-ാം തീയതി വരെ ഒരു പര്യടനം നടത്തും. അടുന്ന് കിട്ടുന്ന സംഭാവനകൾ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകുകയാണ് സേവനത്തിന്റെ ലക്ഷ്യം. സേവന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ലക്ഷ്യം. ഇതേ ആവശ്യം മുൻനിർത്തി സാംസ്കാരിക വിഭാഗമായ കലാകേരി, സേവനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സാംസ്കാരിക വിഭാഗമായ കലാകേരിയുടെ കലാകാരന്മാരെ അണിനിരത്തി സിനിമാ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെഗാ സ്റ്റേജ് ഷോ കണ്ണൂരിൽ നടത്തുവാൻ സേവന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാരവാഹികൾ തീരുമാനിച്ചു. സെപ്റ്റംബർ 1 വൈകിട്ട് 4 മണിക്ക് പയ്യാമ്പലം ബീച്ചിൽ നടക്കുന്ന പരിപാടിയിൽ സേവനം ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ C. ധീരജ് അധ്യക്ഷത വഹിക്കും. ജനതാദൾ S സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ദിവാകരൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡിസംബറിൽ സിനിമാ താരങ്ങളെ ഉൾപ്പെടുത്തി കണ്ണൂരിൽ മെഗാ സ്റ്റേജ് ഷോ നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ C. ധീരജ്, മുഹമ്മദ് റാഫി, PP സുമേഷ്, CK രൂപേശൻ, പോത്തൻ ഗോപിനാഥൻ, ഗിരീഷ്, കലാ കൈരളി എന്നിവരും പങ്കെടുത്തു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പീഡന പരാതികളിൽ സർക്കാർ നടപടി കൊടിയുടെ നിറം നോക്കിയെന്ന് K. സുധാകരൻ. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും സുധാകരൻ. പ്രസ്താവന കണ്ണൂർ കളക്ടറേറ്റിന് മുൻപിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനകീയ പ്രതിഷേധ കൂട്ടായ്മയിൽ. സർക്കാർ ആശുപത്രികളിൽ രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെ തസ്തിക സൃഷ്ടിക്കണം. ധർണയുമായി KGNA. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കണമെന്നും കളക്ടറേറ്റിന് മുന്നിലെ ധർണയിൽ ആവശ്യം.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നയം വ്യക്തമാക്കണമെന്ന് എം വിജയരാജൻ. മുകേഷ് MLA തുടരണമോ എന്നത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യം. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ച ഏക സംസ്ഥാനം കേരളമാണെന്നും എം വിജയരാജൻ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഴ്സുമാർ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. CITU ജില്ലാ സെക്രട്ടറി K. മനോഹരൻ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യക്കകത്ത് 29 സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ അത്ര പുരോഗതി നാനാ മേഖലക്കകത്ത് കൈവരിച്ചൊരു സംസ്ഥാനത്തെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കില്ല. ഇന്ത്യക്കകത്ത് മാത്രമല്ല, വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാനം പല മേഖലക്കകത്തും പുരോഗതി കൈവരിച്ചിട്ട് ഉണ്ട്. പക്ഷേ ഈ പുരോഗതി കൈവരിക്കുന്ന അവസരത്തിലും അതിനടിത്തറയിട്ടത് നമുക്കെല്ലാം തന്നെ അറിയാവുന്നതുപോലെ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, അതുപോലെ തന്നെ ആയുഷ് ദൈർഘ്യം, ശിശുമരണ നിരക്ക്, ഇതിലെല്ലാം തന്നെ കേരളം മുന്നിലാണ്. നമ്മുടെ രാജ്യത്തിനകത്തുള്ള മറ്റ് സംസ്ഥാനത്തിനകത്ത് ജനിച്ച മനുഷ്യർ 66 വയസ്സാണ് അവരുടെ ആയുസ് ദൈർഘ്യം. പക്ഷേ കേരളത്തിനകത്ത് 76 വയസ്സാണ്. ശിശുമരണ നിരക്കെടുത്ത് പരിശോധിച്ചാൽ പിറന്നു വീണ കുഞ്ഞുങ്ങൾ, 10 മാസം നൊന്തുപെറ്റ മക്കൾ, രാജ്യത്തിനകത്ത് 1000 കുട്ടികൾ പിറന്നു വീഴുന്ന ഘട്ടത്തിൽ അതിനകത്ത് 30 കുട്ടികൾ രാജ്യത്തിനകത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ മരിക്കുകയാണ്. പക്ഷേ കേരളത്തിനകത്ത് അത് 1000-നകത്ത് 5 കുട്ടികൾ മാത്രമാണ് ജീവൻ നഷ്ടപ്പെടുന്നത് നമ്മുടെ സംസ്ഥാനത്തിനകത്ത്. സർക്കാർ ആശുപത്രികളിൽ രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുക, കേരളത്തിന്റെ ആരോഗ്യ മേഖല സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. KGNA ജില്ലാ പ്രസിഡന്റ് സീന PR അധ്യക്ഷയായി. സംസ്ഥാന സെക്രട്ടറി കമറുസമൻ, N. സുരേന്ദ്രൻ, TO വിനോദ് കുമാർ, KC സുധീർ എന്നിവർ സംസാരിച്ചു. രതീഷ് AN, പ്രീത P, ദീപ TV, ദീപു TV തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി.
ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ശ്രീകണ്ഠാപുരം മേഖലകളിൽ എക്സൈസിന്റെ പരിശോധന. വഞ്ചിയം, ചോലപ്പനം, തോട്ടുചാൽ കേന്ദ്രീകരിച്ച് നടത്തിവന്ന വാറ്റ് സങ്കേതം കണ്ടെത്തി. 150 ലിറ്റർ വാഷും താൽക്കാലിക ഷെഡും മറ്റു വാറ്റുപകരണങ്ങളും കണ്ടെത്തി നശിപ്പിച്ചു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ശ്രീകണ്ഠാപുരം എക്സൈസ് റേഞ്ചിലെ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PR സജീവന്റെ നേതൃത്വത്തിലാണ് വലിയ അരീക്കമല, വഞ്ചിയം, ചോലപ്പനം ഭാഗങ്ങളിൽ റെയ്ഡ് നടത്തിയത്. ഇതിൽ ചോലപ്പനം തോട്ടുംചാലിൽ ഉടമസ്ഥനില്ലാത്ത നിലയിൽ കാണപ്പെട്ട 150 ലിറ്റർ വാഷ് കണ്ടെടുത്തു. ചാരായം വാറ്റുവാൻ നിർമ്മിച്ച താൽക്കാലിക ഷെഡും വാറ്റു ഉപകരണങ്ങളും നശിപ്പിക്കുകയും ചെയ്തു. ഉടമസ്ഥനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി അബ്കാരി കേസെടുത്തു. റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർമാരായ MP ഹാരിസ്, PA രഞ്ജിത് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ അഖിൽ ജോസ്, ഡ്രൈവർ KV പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്തു. വാഹനങ്ങളുടെ ടയർ വർക്ക്സുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ തൊഴിൽ പ്രതിസന്ധി നേരിടുകയാണെന്ന് ടയർ വർക്ക്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിലനിൽപ്പിന്റെ ഭാഗമായി 2024 സെപ്റ്റംബർ 1-ാം തീയതി മുതൽ നിലവിലുള്ള നിരക്കിൽ 20% വർധനവ് വരുത്തുവാൻ സംഘടന നിർബന്ധിതമായിരിക്കുകയാണ്. അടിക്കടി ഉണ്ടാകുന്ന അസംസ്കൃത വസ്തുക്കളുടെയും മറ്റും വിലവർധനവ് കാരണം പല ഷോപ്പുകളും അടച്ചുപൂട്ടൽ വക്കിലാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കെട്ടിടത്തിന്റെ വാടക, അതുപോലെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവ് ഒക്കെ കാരണം നിലവിലുള്ള ചാർജിൽ ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇന്നുള്ളത്. അതുകൊണ്ട് 2024 സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ ഈ പ്രൈസ് ലിസ്റ്റിൽ ചെറിയൊരു വർധന വരുത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വിവരം മുഴുവൻ ഞങ്ങളുടെ കസ്റ്റമറെയും അതുപോലെ പത്രമാധ്യമ രംഗത്തുള്ള ആളുകളെയും മറ്റ് വാഹനവുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാവരെയും അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വാർത്താ സമ്മേളനം നടത്തുന്നത്. എല്ലാ വർഷവും ഉണ്ടാകുന്ന റൂം വാടകയുടെ വർധനവ്, അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുത ചാർജിന്റെ വർധനവ്, അസംസ്കൃത വസ്തുക്കളുടെ വില വർധനവ്, മറ്റ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിലുണ്ടായ വർധനവ് എന്നിവ കാരണം പല ഷോപ്പുകളും ഇന്ന് അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. സ്വന്തമായി ഒരു തൊഴിൽ കണ്ടെത്തുക, അതോടൊപ്പം 1-2 ആളുകൾക്ക് തൊഴിൽ നൽകുക എന്ന സ്വപ്നവുമായി ഈ മേഖലയിലേക്ക് കടന്നു വന്നവരാണ് മേഖലയിലുള്ള പലരും. വൻതുക ലോൺ എടുത്തുമൊക്കെയുമാണ് പലരും ഈ മേഖലയിൽ കടന്നു വന്നിട്ടുള്ളതും. അവരെല്ലാം ഇന്ന് ഒരു അതിജീവനത്തിന്റെ പാതയിലാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി KR സുരേഷ്, ജോയിന്റ് സെക്രട്ടറി രമേശ് കൃഷ്ണൻ, ജില്ലാ ട്രഷറർ പുഷ്പൻ I, പ്രകാശൻ മഠത്തിൽ തുടങ്ങിയവരും പങ്കെടുത്തു. കൈത്തറിയിൽ നെയ്ത പ്രശസ്തമായ ബാലരാമപുരം കുത്താമ്പുള്ളി കസവ് സാരി, കേരള സാരി, കസവ് മുണ്ട്, സെറ്റ് മുണ്ട് തുടങ്ങിയവ ലോക്നാഥ് വീവേഴ്സിലെ പ്രത്യേക കസവ് വിഭാഗത്തിൽ ഇനി ലഭ്യം. വീവേഴ്സ് വില്ലേജ് സൊസൈറ്റി ഫൗണ്ടറും സെലിബ്രിറ്റി ഗസ്റ്റുമായ ശോഭ വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. ഫാമിലി ഇന്ന് നമ്മൾ നല്ലൊരു മുഹൂർത്തത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ഞാനിപ്പോ കണ്ണൂരാണ്, നമ്മുടെ ലോക്നാഥ് സൊസൈറ്റി അല്ലേ, എല്ലാരും ഹായ് പറഞ്ഞേ. എല്ലാം നമ്മുടെ നെയ്ത്തുകാരാണ്. ഇവരുടെ കഷ്ടപ്പാടിന്റെ ഒരു എത്ര വർഷമായി ഇതിപ്പം വിനോജ് പറയൂ? 70ാമത്തെ വർഷമാണ് ഈ ഒരു സംഘം. എന്താ പറയണ, ഭയങ്കര പ്രൊഫഷണൽ എന്ന് പറയുന്നത്. ആരോട് ചോദിച്ചാലും നല്ലത് മാത്രമേ ലോക്നാഥ് സൊസൈറ്റിനെ പറ്റി, വീവേഴ്സ് സൊസൈറ്റിനെ പറ്റി പറയാനുള്ളൂ. ഇവിടുത്തെ ഒരു കണ്ണൂരിന്റെ ഒരു പ്രൈഡാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഈ സംഘം. അതിന് നമുക്കൊരു വലിയ കൈഡി കൊടുക്കാം. ഓരോരുത്തർക്കാണ് അതിന്റെ ഒരു ഇത് പോകുന്നത്.
എന്താ പറയാ, ഒത്തിരി സന്തോഷമുണ്ട് എന്നെ വിളിച്ചതിൽ, എനിക്കിവിടെ വരാൻ പറ്റിയതിലും. ഞാൻ കുറച്ച് വർഷമായിട്ട് സംഘത്തിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞാൽ ഇവിടെ നാച്ചുറൽ ഡൈയിങ്ങും ഒക്കെ നമ്മള് പ്രോസസ്സ് എല്ലാം കണ്ണൂരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വരണം. ഇന്ന് നമ്മള് ഒത്തുചേർന്നിരിക്കുന്നത് നല്ലൊരു വിശേഷം പറയാനാണ്. ഓണം വരികയാണ്. അപ്പം ഇനി മുതൽ നിങ്ങൾ ബാലരാമപുരം വരെയോ അല്ലെങ്കിൽ കൂത്താമ്പള്ളിയിലോ പോണ്ട, നമുക്ക് കണ്ണൂര് തന്നെ നമുക്ക് കസവിന്റെ ഇതുപോലത്തെ ടിഷ്യൂ സാരീസും എല്ലാ നല്ല കസവ് സാരികളും വെഡിങ്ങിനുള്ള സാരീസും ഇവിടെ നമ്മുടെ ലോക്നാഥിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു എന്താ പറയുക, 70 വർഷമായതിന്റെ ഒരു സന്തോഷ കേക്ക് കട്ടിങ്ങും കൂടെ നമ്മൾ ചെയ്യാൻ പോവാണ്. നിങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെ ഒത്തുചേരണം. താങ്ക് യു സോ മച്ച്. ബൈ. കസവ് സാരി, കേരള സാരി, സെറ്റ് മുണ്ട്, കസവ് മുണ്ട് എന്നിവയ്ക്ക് ഇനി മറ്റിടങ്ങൾ തേടി പോകേണ്ട ആവശ്യമില്ല. കണ്ണൂരിന്റെ ലോക്നാഥ് വീവേഴ്സിൽ ഇവയൊക്കെയും ലഭ്യമാണ്. അതും കുഴിത്തറിയിൽ നെയ്തെടുത്ത സാരികൾ. സ്ഥിരം ഉപഭോക്താക്കളും വിദേശ സന്ദർശകരും ഇതര സംസ്ഥാനങ്ങളിലെ സന്ദർശകരും ടൂറിസ്റ്റുകളുടെയും നിരന്തരമായ ആവശ്യപ്രകാരമാണ് സാരികൾ സംഘത്തിൽ ലഭ്യമാക്കിയത്. വർഷങ്ങളായി സംഘവും കസവ് ചേർത്ത പ്രീമിയം കോട്ടൺ സാരികൾ ഉൽപ്പാദിപ്പിച്ച് ലോകനാഥിൽ വിൽപ്പന നടത്തിവരുന്നു. എന്നാൽ മലബാർ മേഖലയിൽ അന്യമായ കുഴിത്തറിയിൽ നെയ്യുന്ന കസവ് സാരികൾ ലഭ്യമാക്കുക എന്നത് സംഘത്തിന് വെല്ലുവിളിയായിരുന്നു. കേരളത്തിൽ പ്രശസ്തമായ GI അംഗീകാരമുള്ള ബാലരാമപുരം, കൂത്താമ്പുള്ളി എന്നിവിടങ്ങളിലെ നെയ്ത്തുകാർ കസവ് നെയ്തെടുക്കുന്ന പ്രാവീണ്യവും ഗുണമേന്മയും സൗന്ദര്യവും ഇവിടുത്തെ ഫ്രെയിം ലൂമിൽ വിജയകരമാക്കുവാൻ പ്രയാസമാണെന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടു. ആയതിനാൽ പരിഹാരമായി സംഘം ഭരണസമിതി അംഗങ്ങൾ, വീവിംഗ് ഡൈയിങ് മാസ്റ്റർ, സെക്രട്ടറി തുടങ്ങിയവർ ബാലരാമപുരം വരെ പോയി അവിടുത്തെ വീടുകളിൽ അവ നെയ്യുന്നത് കണ്ട് ബോധ്യപ്പെടുകയായിരുന്നു. ശേഷം കസവ് തുണിത്തരങ്ങൾ ആവശ്യാനുസരണം ഓർഡർ നൽകി നിർമ്മിച്ച് മേലെ ചൊവ്വയിലുള്ള സംഘം സ്റ്റാളിൽ മാത്രം വിൽപ്പന നടത്തുവാൻ തീരുമാനിക്കുകയായിരുന്നു. ഈയൊരു ഉദ്യമമാണ് ഇപ്പോൾ വിജയം കണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നയം സുവ്യക്തമാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാവുമെന്നും CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. നിലവിൽ ഓൺലൈൻ വഴിയും നേരിട്ടും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും പരാതിക്കാരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തെന്നും MV ജയരാജൻ പറഞ്ഞു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ജയരാജൻ. മുകേഷ് MLA സ്ഥാനത്ത് തുടരണമോയെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. കുറ്റം ചെയ്തവർ ആരായാലും സംരക്ഷിക്കപ്പെടില്ലെന്നും ജയരാജൻ പറഞ്ഞു. സിനിമാ മേഖലയിൽ തെറ്റായ ചില പ്രവണതകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള വനിതാ കൂട്ടായ്മയുടെ ഒരു പരാതി സർക്കാരിന് കിട്ടിയപ്പോൾ, WCCയുടെ പരാതി കിട്ടിയപ്പോൾ ഉടൻ അതിന്മേൽ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയത് LDF സർക്കാരാണ്. അത് രാജ്യത്താദ്യമാണ്. അതിനെ തുടർന്ന് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടി. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കമ്മിറ്റിയുടെ ചെയർമാൻ തന്നെ പറഞ്ഞു, ഇതിൽ സുപ്രീം കോടതിയുടെ മാനദണ്ഡം അനുസരിച്ച് പലതും പുറത്തു പറയാൻ പാടില്ലാത്തതാണ്. അതോടൊപ്പം അന്ന് വിവരാവകാശ കമ്മീഷണറും പറഞ്ഞു റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ പാടില്ല. എന്നാൽ തുടർന്ന് വിവരാവകാശ കമ്മീഷണറും പുതിയ വിവരാവകാശ കമ്മീഷണറും ഹൈക്കോടതിയും പറഞ്ഞു സുപ്രീം കോടതി മാർഗരേഖ അനുസരിച്ച് പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒഴിച്ചുള്ള പൊതുവായ കാര്യങ്ങൾ പരസ്യമായി ജനങ്ങളെ സമക്ഷം അവതരിപ്പിക്കാവുന്നതാണ്. അങ്ങനെയാണ് പ്രസിദ്ധീകരിച്ചത്. പ്രസിദ്ധീകരിച്ചപ്പോ ഒരു കാര്യം സർക്കാർ വ്യക്തമാക്കി, എത്ര ഉന്നതരായാലും തെറ്റ് ചെയ്തതായി കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കും. അത് സർക്കാർ അക്ഷരം പ്രതി ഇപ്പൊ നടപ്പാക്കുകയാണ്. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ച ഏക സംസ്ഥാനം കേരളമാണ്. വിവരാവകാശ കമ്മീഷൻ തന്നെ ചൂണ്ടിക്കാട്ടിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില കാര്യങ്ങൾ മാത്രമാണ് പുറത്തു വിടാതിരുന്നത് എന്നും ജയരാജൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓട്ടോ ടാക്സി ഫെഡറേഷൻ CITUയുടെ നേതൃത്വത്തിൽ റീജിയണൽ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കണ്ണൂർ RTO ഓഫീസിനു മുന്നിൽ CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ സമരം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും ഈ മേഖലയോട് കാണിക്കുന്ന നീതികേട്
ആ നീതികേട് അവസാനിപ്പിക്കുന്ന കോണ്ടൂർ മേഖലക്കകത്ത് ആകെ എല്ലാം ഇപ്പോഴും ബസ് നിലയൊക്കെയാണ്. ലോറി ട്രാൻസ്പോർട്ട് രംഗത്ത് ഒരു ബസ് നിലയെത്തുന്നു, അടുത്ത ദിവസം ഒരു സമരം സംഘടിപ്പിക്കാം. ഓരോ മേഖലക്കകത്ത് നിലയിക്കുന്ന പ്രശ്നം, ഈ പ്രശ്നത്തിനൊക്കെ തന്നെ പരിഹാരമുണ്ടാക്കി ഗവൺമെന്റ് ഈ രംഗത്തെ യൂണിയനുകളുമായി ചർച്ച ചെയ്ത്, സംസ്ഥാന ഗവൺമെന്റ് ഈ മേഖലക്കകത്ത് ട്രേഡ് യൂണിയൻ സംഘടനകളുമായി ചർച്ച ചെയ്ത് ന്യായമായ രീതിയിൽ പരിഹാരമുണ്ടാണ്. പുതിയ ഡിമാൻഡല്ല, പഴയത് നിലനിർത്തി കൊണ്ടുപോവുക എന്നത് മാത്രമാണ് ഈ സമരത്തിന് ആധാരമായി ഉന്നയിച്ചുള്ളത്. എന്റെ വാക്കുകൾ ചുരുക്കിയാണ്. വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം കുറച്ച് നടപടി പിൻവലിക്കുക, എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഫിറ്റ്നസ് എടുക്കുന്ന രീതി പുനഃസ്ഥാപിക്കുക, ടാക്സി വാഹനങ്ങളുടെ സ്പെഷ്യൽ ടാക്സ് സർവീസ് ചാർജ് കുടിശ്ശിക തുക ഒഴിവാക്കുക, ടാക്സി വാഹനങ്ങളെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ നടപടി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തിയത്. ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി വി.കെ. ബാബുരാജ് അധ്യക്ഷനായി. കെ. ജയരാജൻ, എ. സുരേന്ദ്രൻ, കൊല്ലോൻ മോഹനൻ, കെ.പി. ബാലകൃഷ്ണൻ, എ. ചന്ദ്രൻ, കെ. ബഷീർ, എ. വി. പ്രകാശൻ എന്നിവർ സംസാരിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പീഡന പരാതികളിൽ സർക്കാർ നടപടി കൊടിയുടെ നിറം നോക്കിയെന്ന് കെ. സുധാകരൻ. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും സുധാകരൻ. പ്രസ്താവന കണ്ണൂർ കളക്ടറേറ്റിന് മുൻപിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനകീയ പ്രതിഷേധ കൂട്ടായ്മയിൽ. സർക്കാർ ആശുപത്രികളിൽ രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെ തസ്തിക സൃഷ്ടിക്കണം. ധർണയുമായി KGNA. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കണമെന്നും കളക്ടറേറ്റിന് മുന്നിലെ ധർണയിൽ ആവശ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നയം വ്യക്തമാക്കണമെന്ന് M. വിജയരാജൻ. മുകേഷ് MLA തുടരണമോ എന്നത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യം. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ച ഏക സംസ്ഥാനം കേരളമാണെന്നും M. വിജയരാജൻ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.